അതെ, ചേട്ടത്തി വന്നത് അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ചേട്ടത്തി വന്ന അമ്മയ്ക്ക് മാത്രമല്ലല്ലോ, എൻ്റെ അമ്മയ്ക്കും എൻ്റെ അച്ഛനും ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് എനിക്കറിയാം. ചേട്ടത്തി അന്ന് നിന്റെ ചെവിയിൽ എന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ, എന്തത്? കൈയെടുക്ക്. പറയ്. ആണോ? ഞാൻ 8 പേർ പറ്റതാണ്. അന്നൊക്കെ നിറവരമായിട്ട് കക്കവാരം പോവായിരുന്നു. പണിയെടുത്ത് കിടന്നാലേ ഈ പേരൊക്കെ പുട്ടുപോലെ ഇങ്ങ് പോരും. ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് പണിയെടുക്കണ്ടല്ല, മുറ്റൊടിക്കൂല, വെള്ളം കോരൂല, അടപ്പി തീയൂതണ്ട, എന്നിട്ട് സുഖപ്രസവവും വേണം. ആ മോനെ പിന്നെ കയ്യിലും പാലാരിഷ്ടം തെന്നിയന്ത്രം കുഴമ്പ്, പിന്നെ ഇരട്ടി മധുരം. ഇതൊക്കെ വേഗം മരുന്നിടന്ന് മേടിച്ച് വെച്ചേക്കണോട്ടാ. പിടിച്ചില്ല ചേച്ചി ഒരു ദിവസം 2 നേരം വെച്ച് കുറുന്തോട്ടി പാൽ കഷായം കൊടുക്കുമായിരുന്നു. 8-ാം മാസം നിർത്തിയത്. പിന്നെ ചേച്ചി പറഞ്ഞ കുഴമ്പൊക്കെ ഉപയോഗിച്ചാണ് ഞാനും കൂടെ കുളിക്കുന്നത്. മതിയുടെ ചക്കരെ ധൈര്യമായിട്ടിരുന്നോ, ഒരു കുഴപ്പമുണ്ടാവില്ല. സോമന്റെ വീട്ടിൽ നിന്ന് ഒച്ച വെക്കുന്നുണ്ടല്ലോ. അയ്യോ, ആ പെങ്കൊച്ചിന് വേദന തുടങ്ങി കാണുമ്പോ ചെന്ന് നോക്കും മനുഷ്യ. നീ ആ ടോർച്ചിങ് എടുത്തേ. അയ്യോ എന്ത് പറ്റി? ചേട്ടത്തി അനങ്ങുന്നില്ല, ഗ്യാസ് കയറിയതാന്നാ പറയുന്നത്. എന്നാ പ്രശ്നം? ചേട്ടത്തി ഓ, മനുഷ്യന്റെ ഉറക്കകളയാൻ ഓരോ മാരണങ്ങള്. ഇവിടെ വന്ന പിന്നെ ഇരിപ്പ് തന്നെ ആയിരുന്നില്ലേ, പോരാത്തിന് നേരത്തെ പൊട്ടുകടലേം കയറ്റി. അപ്പൊ തുടങ്ങിയത്. ഒരു കാര്യം ചെയ്യ്, കുറച്ച് ജീരകവെള്ളം എടുത്തു ഞാൻ പോയി എടുത്തിട്ട് വരാം. എടാ, ഈ വയ്യാവേലിയും കൊണ്ടാണ് നീ അവളുടെ പേരടിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾ ഉണ്ടാക്കി വെച്ച കഴിച്ച പിന്നീട് ഞാൻ ഇങ്ങനെയായത്. അതെ, വാരി വലിച്ചു കയറ്റി പോർക്കണായിരുന്നു. ആ പെങ്കുച്ചിൽ ഉണ്ടാക്കി വെച്ച മരുന്നിന്റെ പകുതിയും ഈ പെമ്പറത്തോത്തിയാ തിന്ന് തീർത്തത്. ഒരു ശകലം ഏത് മരുന്ന്? കരുണി പുഷ്ടി. എന്താടാ പ്രശ്നം? ഒന്നുമില്ല, കുറച്ച് ഗ്യാസ് പ്രശ്നം. ആശുപത്രി കൊണ്ടുപോകണം. സമയമില്ല. കളിയാ നീ. ദേവൻ ചേട്ടാ, സജിയാണ്. ഒന്നുമില്ല. ഒന്നും പേടിക്കണ്ടതേ, പേടിക്കണ്ട. ഒന്നുമില്ല. കിടത്തേ പിടിക്കണ്ടേ. ചൂടോളം എടുത്തോണ്ട് വാ. ചെല്ല്. പേടിക്കണ്ട. വേണ്ട, നീ ഇവിടേക്ക് ഞാൻ പോയിട്ട് വരാം. നീ വേഗം പോയി കൊച്ചുമോളെ വിളിച്ചോണ്ട് വാ. ആ കൊച്ചിന്റെ അടുത്ത് തള്ള മാത്രമേ ഉള്ളൂ. വേഗം വാ, താമസിക്കല്ലേ, ഓടി വാ. ഞങ്ങളെല്ലാരും ഉണ്ട്, ഞാനുണ്ട്, ചേർത്തിയുണ്ട്, എല്ലാരും ഉണ്ട്. ചേർത്തി പെണ്ണിപ്പം വെറും ആ തുണിയൊക്കെ കരുത്തുണ്ടാ. ശാലി ധൈര്യം തുണി എടുത്തോണ്ട് വരാം. ശാലി പോരാ. പേടിക്കണ്ട, വേദന വരുമ്പോഴേ നല്ല ശക്തിയായിട്ട് അങ്ങോട്ട് മുക്ക്. എന്റെ കാവിലമ്മേ, എന്റെ കുഞ്ഞുങ്ങളെ ജീവനോട് തന്ന ഞാനൊരു പുഴുക്കാപ്പ് ചാർത്തിയേക്കാമേ. ആദ്യം തള്ളിക്കെട്ട കൊടുക്കേണ്ടത്, ഇതൊന്ന് കഴിയട്ടെ.
മുത്തുമോളെ നീ ആ വെള്ളം ഒന്ന് തിളപ്പിച്ചേക്ക്. ഞാൻ എന്റെ കൊച്ചിന്റെ അടുത്തേക്ക് ഒന്ന് പോട്ടെ. പൊക്കോ ഞാൻ നോക്കിക്കോളാം. പൊക്കോ. ശാലിനി, ശാലിനി, പേടിക്കാണ്ട് ശ്രമിക്ക് ശാലിനി. ശാലിനി, നീ- വേഗം നോക്കാതെ മുക്കടി വേണ്ട എടി മുക്കാൻ നേരത്തെ ശാലിനി, ശാലിനി, ശ്രമിക്ക് ശാലിനി. ഈ നേരത്തെ ബോധം കിടന്നത് ബോധമില്ലാത്തവരെ ഒരു നൊപ്പിച്ചു വെച്ചിട്ട് മോളെ നീ കരയല്ലേ. ശാലിനി, ധൈര്യമായിട്ടിരിക്ക് ശാലിനി. ശാലിനി. മതി ഒന്ന് പെട്ടെന്ന് തുറക്കണോ? എന്റെ ഭഗവാൻ എന്റെ മോള് വേഗം വാ ചേട്ടാ. സമാധാനിക്ക് ജാനകി. പെട്ടെന്ന് പാടോ. ശാലിനി. എടി മുക്കാൻ കൃതാവ് തണ്ടിക്ക് എന്റെ കൊച്ചിനെ കൊടുക്കരുത്. ഞാൻ 1000 തവണ പറഞ്ഞതാ. അവന് ഇത്രയും ഭ്രാന്ത് ഉണ്ടാവും ഞാൻ കരുതിയില്ല എന്റെ ജാനകി. ആടി അവനെ ഓടി പാടോ. ശാലിനി, നീ ശ്രമിച്ചു നോക്ക് ശാലിനി. ഒന്നുമില്ല ശാലിനി, ശാലിനി, പേടിക്കണ്ട ശാലിനി. ആഞ്ഞു മുക്കടി. എടി ആഞ്ഞു മുക്കാൻ. മുക്ക്. ശാലിനി, ഒരു കുഴപ്പമില്ല. ശാലിനി. നീ അകത്തോട്ട് ചെല്ലു. ഇനിയിപ്പോ നിങ്ങൾ പൊക്ക. നാളെ കാണാം. ശരി എന്നാ. അപ്പൂപ്പോ ഊരാടൻ നക്ഷത്രക്കാരി. ഹാപ്പി ബർത്ത്ഡേ മോളെ.